ഇസ്രായേലിന്റെ നീക്കം ലോകത്തെ തന്നെ അമ്പരപ്പിക്കുകയാണ്. ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം നടത്തുന്നത് എന്തിനാണ് എന്നും ഇസ്രായേൽ തകർക്കാൻ ഇറാൻ എന്തൊക്കെ ചെയ്യുമെന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരു വലിയ ആത്മബന്ധം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇറാനുമായും ഇന്ത്യക്ക് ശത്രുതാ മനോഭാവമൊന്നുമില്ല. നമ്മൾ മരുന്നുകൾ വരെ ഈ യുദ്ധ സാഹചര്യത്തിൽ അവർക്ക് നൽകുന്നുണ്ട്. നമുക്കും അവർ ഹോർമൂസ് കടലിടുക്ക് വരെ തുറന്നു നൽകിക്കൊണ്ട് നമ്മളെയും അവർ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇറാനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന ഒരു ജനത ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇസ്രായേൽ എന്തോ വലിയ കൊലക്കുറ്റം ചെയ്തു, ഇസ്രായേലിനെ തീർക്കണം, ഇസ്രായേൽ ഇനി വേണ്ട, ഇസ്രായേൽ ലോകത്ത് നിന്ന് തന്നെ മാഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ എന്തിനാണ് ഇസ്രായേലിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇസ്രായേലിനെ ഈ ലോകരാജ്യങ്ങളൊക്കെ വിളിക്കുന്നത് തെമ്മാടി രാജ്യമെന്നാണ്. എന്തിനാണ് ഇസ്രായേലിനെ തെമ്മാടി രാജ്യം എന്ന് വിളിക്കുന്നത്? ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ തുടങ്ങിയ നിഴൽ സേനകളെ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തുന്നു. അതിനെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ തെമ്മാടി രാജ്യമാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപം കൊണ്ടത് മുതൽ ആ രാജ്യത്തെ തകർക്കാൻ, ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് മറ്റ് രാജ്യങ്ങൾ കൂട്ടമായ ശ്രമം നടത്തുന്നു. അതിനെ പ്രതിരോധിച്ച് തങ്ങൾ നിലനിൽപ്പിനായി നടത്തുന്ന പോരാട്ടമാണ് ഇപ്പോഴത്തേതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. കാരണം ജൂതന്മാരെ തുടച്ച് നീക്കുക എന്നുള്ളത് ഒരു വിഭാഗം ഇസ്ലാമിക രാജ്യങ്ങളുടെ ലക്ഷ്യം തന്നെയായിരുന്നു. നേരത്തെ 6 days വാർ ഒക്കെ നടന്നതാണ്. അതുപോലെയുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നു. ഇവിടെ ഇസ്രായേൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഇന്ത്യയിൽ നിന്നടക്കം നൂറുകണക്കിന് ആളുകൾ ഇസ്രായേലിൽ ജോലി തേടി പോകുന്നുണ്ട്. അവിടെ ചെല്ലുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ മലയാളികൾ ഇപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി, അവിടുത്തെ കെട്ടിടം തകർന്നു, അവിടെ കുട്ടികൾ മരിച്ചു വീഴുന്നു, ജനങ്ങൾ ചത്തൊടുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോഴും അവിടെ നിന്ന് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് വിടുന്ന മലയാളികളടക്കമുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പരിഭ്രാന്തി കണ്ടിട്ട് ഇവിടെ ബന്ധുക്കൾ അവരെ വിളിച്ചു ചോദിക്കും, നിങ്ങൾ സേഫാണോ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അവർ പറയും ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവരെ സമാധാനിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. കാരണം എന്താ? ഇസ്രായേൽ ഒരു പുതിയ വീട് നിർമ്മിച്ചാൽ അതിനോട് ചേർന്ന് ബങ്കർ നിർമ്മിക്കും. കൂടാതെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായാൽ മുന്നറിയിപ്പ് നൽകാനുള്ള അലാം സംവിധാനങ്ങൾ സെറ്റ് ചെയ്യും. അങ്ങനെ അവിടുത്തെ ജനതയെ മുഴുവൻ ചേർത്ത് പിടിക്കുന്നവരാണ് ഇസ്രായേൽ. ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ നശിക്കുന്ന രീതിയിൽ ഇസ്രായേലിനെ തകർക്കണം. ഇതാണ് ഇപ്പോൾ ഇറാന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഇറാൻ ചെയ്യുന്നത് ആണവായുധം ഉണ്ടാക്കുന്നു. ഈ ആണവായുധത്തിന് വേണ്ടിയിട്ട് യുറേനിയം സമ്പുഷ്ടീകരിച്ച് 60% വരെ എത്തി. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവിടെ പരിശോധന നടത്താൻ വരുമ്പോൾ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടുന്ന് മാറ്റും. പലതവണയായതോടുകൂടി അമേരിക്ക ഇതിനെതിരെ രംഗത്തേക്ക് ഇറങ്ങുന്നു. ഇസ്രായേലും രംഗത്തിറങ്ങുന്നു. കാരണം ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ഇറാൻ കുറേ നാളായിട്ട് ലക്ഷ്യം വെക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഈ ആണവായുധം ഉപയോഗിച്ച് ഈ രാജ്യത്തെ തന്നെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ ഇറാൻ ശ്രമിക്കുമെന്ന് കണ്ടപ്പോഴാണ് ഇസ്രായേൽ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഈ ആണവായുധം ഉണ്ടായാൽ എന്താ പ്രശ്നം? ശരിക്കും പറഞ്ഞാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലെയും ഒരു ജനസമൂഹത്തെ മുഴുവൻ തുടച്ചു നീക്കുന്നതാണ് ഈ ആണവായുധം. അതുകൊണ്ട് ആറ്റം ബോംബ് ഇസ്രായേലിന് നേരെ ഇട്ടാൽ എന്ത് സംഭവിക്കും? ഒരു ആറ്റം ബോംബ് വന്ന് വീണെന്ന് വെച്ചു ഇസ്രായേലിന് നേർക്കും. അങ്ങനെ വീണാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവിടെ ഒരു ഫയർ ബാൾ രൂപം കൊള്ളും. ഇതിൻ്റെ ചൂട് എന്ന് പറയുന്നത് ഏതാണ്ട് 100 ഡിഗ്രി ബില്യൺ സെൽഷ്യസാണ്. എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ചൂടെന്ന് പറയുന്നത് 50 ഡിഗ്രി ബില്യൺ സെൽഷ്യസാണ്. അതിൻ്റെ നേരെ ഇരട്ടി. എന്നിട്ട് അടുത്ത ഒരു 8 സെക്കൻഡിനുള്ളിൽ ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ ജനങ്ങളും കൊല്ലപ്പെടും. എന്ന് പറഞ്ഞാൽ അവർക്ക് വേദന എന്താണെന്നുള്ള ബോധം ശരീരത്തിൽ നിന്ന് തലച്ചോറിലേക്ക് എത്തുന്ന സമയം കൊണ്ട് അവർ ഭസ്മമായി പോകും. അത്ര വേഗത്തിലാണ് ഈ ആണവ ആയുധത്തിൻ്റെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അടുത്ത 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ ആളുകളും വെന്തടർന്നു പോകും ശരീരം. എന്നിട്ട് അവർ മരണത്തിലേക്ക് വീഴും. 50-60 കിലോമീറ്ററുള്ള മുഴുവൻ കെട്ടിടങ്ങൾ, വീടുകൾ ഇതെല്ലാം തകർന്നടിയും. 200 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ ഇതിൻ്റെ റേഡിയേഷൻ വ്യാപിക്കും. അത്തരത്തിൽ ഭീമാകാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇറാനെ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ സമ്മതിക്കില്ല എന്ന് ഇസ്രായേൽ നിലപാടെടുക്കുന്നത്. ഇവർ നിർമ്മിച്ചാൽ ഇത് ഹമാസിനോ ഹിസ്ബുള്ളയ്ക്കോ ഒക്കെ കൊടുത്തിട്ട് ലോകത്ത് ഏത് രാജ്യങ്ങൾക്കെതിരെയും വേണമെങ്കിൽ നിഴൽ സേനയെ കൊണ്ട് പ്രയോഗിക്കാം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഇസ്രായേലിനെ സഹായിച്ചതാരാ? ശരിക്കും പറഞ്ഞാൽ അമേരിക്കയാണ്. ഈ അമേരിക്കയുമായിട്ട് ഇസ്രായേലിനുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബന്ധമൊന്നുമല്ല, അല്ലെ സൈനിക ഉടമ്പടിയല്ല. അതിനപ്പുറത്ത് നയതന്ത്രപരമായിട്ടുള്ള ഒരു ചേർച്ചയാണ്. അമേരിക്ക കൊടുത്ത പണം, അമേരിക്ക കൊടുത്ത ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചാണ്, ആധുനിക സാങ്കേതിക ടെക്നോളജി ഉപയോഗിച്ച് അവർ ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. ഇപ്പം വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്, അയൺ ഡോം, അയൺ ബീം തുടങ്ങിയ സംവിധാനങ്ങൾ. ഇതൊക്കെ തന്നെ നിർമ്മിച്ച് ഇവർ ഇതിനെ പ്രതിരോധിക്കുന്നു. പക്ഷെ അപ്പോഴും ഇറാന് നേരെയുള്ള ഇറാൻ അവരുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്താ? കിട്ടുന്ന സമയത്തൊക്കെ ഇറാന് നേരെ അടിയൊടുക്കുകയാണ്. ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു, അവിടുത്തെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുന്നു. ഇനി അടുത്ത കാർഗ് ദ്വീപ് പിടിക്കാനായിട്ട് US വരുന്നു. ആ സമയത്തും ഇറാൻ ആക്രമിക്കുന്നത്. ഇപ്പോൾ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു, അവിടുത്തെ എണ്ണപ്പാടങ്ങൾ ഇല്ലാതായി. ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുന്നു. അങ്ങനെ തകർന്ന
ഇറാൻ ഇനി പുതുതായിട്ട് റീബിൽഡ് ചെയ്യണമെങ്കിൽ വർഷങ്ങൾ നീണ്ട പരിശ്രമം വേണ്ടി വരും. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ കാല് പിടിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം നിർത്തണേ. ഇത് തന്നെയല്ലേ ഇസ്രായേലും പറഞ്ഞേ, ഞങ്ങളെ ആക്രമിക്കല്ലേ, നിങ്ങൾ ആണവായുധം ഉണ്ടാക്കല്ലേ എന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ ഇറാൻ കാല് പിടിച്ചു. ട്രംപ് പറയാണ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു 3-4 ആഴ്ചക്കുള്ളിൽ നമുക്ക് യുദ്ധം നിർത്താമെന്ന്. അപ്പോൾ കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് ഇറാൻ ഇപ്പോൾ വന്നില്ലേ? തീർച്ചയായിട്ടും ഇറാനെ ആദ്യമൊക്കെ ഇപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇറാന്റെ ആണവശേഷി അങ്ങനെ തകരില്ല, ഇറാൻ തകർന്ന് തരിപ്പണമായാലും സഹായിക്കാൻ റഷ്യയുണ്ട്, ചൈനയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം പോകുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാണ്. ഇപ്പോൾ 1948 അറബ് ഇസ്രായേൽ വാറിലൂടെ രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ്, ചെറിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അന്ന് പല അറബ് രാജ്യങ്ങളും ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നതിന് വേണ്ട, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വേണ്ട, പ്രത്യേകിച്ച് അത് ഈ ജൂതന്മാരുടെ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു രാജ്യം വേണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചു. പക്ഷെ അവർ പിന്നീട് പതുക്കെ 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 ഈ ഉറുമ്പ് അരിമണി കൂട്ടുന്നത് പോലെ ഓരോന്ന് കൂട്ടി 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 അങ്ങനെ ഏറ്റവും കരുത്താർജിച്ച് വളർന്നു വന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അന്ന് മുതൽ പലരുമായും അവര് ഈ ഇറാന്റെ നിഴലുകളായ പ്രോക്സികളായ ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ് ഉൾപ്പെടെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരുന്നു. ഇവരെ തീർക്കലായി ജോലി. പിന്നീട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ രാജ്യം അനുഭവിച്ചു. അപ്പോഴൊക്കെ അവർ സ്വന്തം കാലിൽ നിന്നുകൊണ്ട്, ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അപ്പോൾ അത്തരത്തിൽ ആ രാജ്യം മുന്നേറുമ്പോൾ കുറെ ആളുകൾ വന്നിരുന്ന് ഇസ്രായേലിനെ തകർക്കണം, ഇസ്രായേലിനെ തീർക്കണം. നമുക്കറിയാം ഇപ്പോൾ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിലും അമേരിക്ക നടത്തിയ അണുവായുധ പ്രയോഗം, അതിലൂടെ ഇപ്പോഴും ഒരുപക്ഷെ ആ സ്ഥലങ്ങൾ കരകയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിന്റെ ആഘാത വർഷങ്ങളോളം നിലനിൽക്കുമെന്നുള്ളതാണ്. ചെർണാബ് എന്ന് പറയുന്നിടത്ത് അത് അബദ്ധത്തിലുണ്ടായ ആണവ വികിരണമാണ്. അവിടെ ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇപ്പോഴും ആ പ്രദേശത്ത് ആളുകൾ താമസിക്കാൻ വരാതെ അവിടുത്തെ ആ നശിച്ചു കിടക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ വെറുതെ അങ്ങ് പറയുകയാണ്, ഇറാൻ അണുവായുധ സമ്പുഷ്ടീകരണം നടത്തി ഇസ്രായേൽ അങ്ങ് കൊണ്ടിടട്ടെ, ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യം അങ്ങ് തീരട്ടെ, ആ രാജ്യം ഈ ഭൂമുഖത്ത് തന്നെ വേണ്ട എന്നുള്ളത്. ഈ പറയുന്ന ഇറാന് ഈ ലോകത്ത് ജീവിക്കാൻ എന്തൊക്കെ രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടോ അതുപോലെ തന്നെയാണ് ഇസ്രായേലിനും എന്ന് പറയുന്നത്. പിന്നെ ഇസ്രായേൽ അമേരിക്കയുടെ കൂടി, ലോകത്തെ ഏറ്റവും വലിയ പോലീസായ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ കൂടി പിന്തുണ ഉള്ളത് കൊണ്ട് അവർ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ ഈ ഹോർമൂസിന്റെ ആധിപത്യം ഇറാനിലുണ്ടിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങൾ ലോക്ക്ഡൌണിലേക്ക് പോയി. ഹോർമൂസ് തുറന്നില്ല എങ്കിൽ, സ്വതന്ത്രമായില്ല എങ്കിൽ ഉണ്ടാകുന്ന കനത്ത പ്രത്യാഘാതം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ അതിന്റെ ഇപ്പൊ 74 ദിവസത്തെ കരുതൽ ശേഖരമേ ഇന്ത്യക്കുള്ളൂ ക്രൂഡ് ഓയിൽ. ഇപ്പൊ തന്നെ 34 ദിവസമായി. ഇനി നീണ്ടുപോയാൽ ഉണ്ടാകുന്നത് LPGയുടെ അല്ലെങ്കിൽ പാചകവാതക പ്രതിസന്ധി, ഇതൊക്കെ എല്ലാ രാജ്യങ്ങളും അലട്ടുന്നുണ്ട്. യുദ്ധം നീട്ടിക്കൊണ്ട് പോകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സത്യസന്ധമായ യുദ്ധത്തിന്റെ കാര്യങ്ങൾ വിശകലനം ചെയ്യണം. എന്തിനാണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നത്? 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണം 1500ഓളം പേരെ കൊലപ്പെടുത്തിയത്, ഏകദേശം 280ഓളം പേരെ തടവിലാക്കിയത്, കുഞ്ഞുങ്ങളെ അടക്കം കറി വെച്ച് വേവിച്ച് തടവിലാക്കിയവർക്ക് ഭക്ഷിക്കാൻ നൽകുന്ന കൊടും ക്രൂരതകൾ, ഇതൊക്കെ ചെയ്യുന്നത് ഏത് രാജ്യമാണ്? അപ്പോൾ ഒരു രാജ്യം നിലനിൽപ്പിനായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജനതയുടെ സമാധാനത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു രാജ്യം അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ, ഷാ ഭരണകൂടത്തിൻ്റെ ഒന്നും കാലത്ത് ഇസ്രായേലിനെ ഇറാൻ ഒരു ശത്രു രാജ്യമായി കണ്ടില്ല. അതിനുശേഷം വന്ന ഭരണകൂടമാണ് ഈ തീവ്ര മുസ്ലിം ഷിയകളാണ് ഈ ഇസ്രായേലിനെ ഒരു എന്താ പറയുക, ഒരു ശത്രുക്കളായി കണ്ടുകൊണ്ട് ഈ ഒരു യുദ്ധത്തിലേക്ക് വരെ നീങ്ങിയത് ആ ഒരു ശത്രുതാ മനോഭാവമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തകർക്കാനായി പിന്നിൽ നിന്ന് ഓടുന്ന ഇറാനെ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഇറാന്റേതായ ചില കാര്യങ്ങളുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും സത്യം മനസ്സിലാക്കി എന്താ പറയുക, ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കണം, ഇതാണ് ഇറാന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നു, അതിനു വേണ്ടിയിട്ട് നിഴൽ സേനകളെ
നിയോഗിക്കുന്നു. ഇവിടെ ഇന്ത്യ എന്തിനാണ് ഇസ്രായേലുമായിട്ട് ബന്ധം? ഇതാണ് ഒരു പ്രധാന ചോദ്യം. ഇന്ത്യ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടാൻ ചില കാര്യങ്ങളുണ്ട്. കാരണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തും. 1999 കാർഗിൽ യുദ്ധം. ഈ യുദ്ധത്തിൽ കാർഗിൽ മലനിരകളിൽ നിന്ന് പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഇന്ത്യൻ സൈനികർ ചത്തു വീഴുകയാണ്. അവർക്ക് ജീവൻ രക്ഷിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. പക്ഷേ പാകിസ്ഥാൻ തുരത്താനും പറ്റുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അമേരിക്കയോട് ചില സഹായങ്ങൾ ചോദിച്ചു. അവർ പറഞ്ഞു പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്, നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ബോർഡർ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ നിർമ്മിക്കുന്നതിൽ, അതിൻ്റെ ടെക്നോളജിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ടെററിസത്തെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ ഇതിലൊക്കെ തന്നെ ഒരുപാട് മുന്നിലാണ്, അല്ലെ ഒരുപാട് അനുഭവപരിചയമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യത്തോട് നമ്മൾ ചില സഹായങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ നമ്മളുമായിട്ട് യാതൊരു വിധത്തിലുള്ള നയതന്ത്ര ബന്ധവുമില്ല, ഇസ്രായേലിൻ്റെ ശത്രുപക്ഷത്തുള്ള പാലസ്തീൻ്റെ സൗഹൃദ രാജ്യമാണ് ഇന്ത്യ എന്നുള്ള പേരുമുണ്ട്, എന്നിട്ട് പോലും ഇസ്രായേൽ നമ്മളെ സഹായിച്ചു. നമുക്ക് ലേസർ ഗൈഡഡ് മിസൈലുകൾ തന്നു, അതുപോലെ തന്നെ സർവൈലൻസ് ഡ്രോണുകൾ തന്നു, GPS സംവിധാനങ്ങൾ തന്നു. അതോടുകൂടിയാണ് പാകിസ്ഥാൻ്റെ ആക്രമണത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം കിട്ടി. ഒരു വർഷം കഴിഞ്ഞ് യുദ്ധം തീർന്നു. 2000 ആയപ്പോൾ അന്ന് പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജസ്വന്ത് സിംഗ്, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള LK അദ്വാനി, രണ്ടുപേരും കൂടെ നേരെ ഇസ്രായേലിൽ പോയി. ഇസ്രായേലുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു, കുറേ കരാറൊക്കെ ഏർപ്പെടുന്നു. അങ്ങനെയാണ് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് തുടക്കം. അതിനുശേഷം ഇസ്രായേൽ അവരുടെ ആയുധങ്ങൾ, ടെക്നോളജിയൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അതായത് ഫ്രാൻസ്, ജപ്പാൻ, ജർമ്മനി, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ആയുധങ്ങളോ അതുപോലെ വിമാനങ്ങളോ ഒക്കെ തരുമ്പോൾ അതിൻ്റെ ടെക്നോളജി തരില്ലെന്ന് മാത്രമല്ല, ചില കണ്ടീഷൻസ് വെക്കുന്നത്. ഇന്ന രാജ്യത്തെ ആക്രമിക്കരുത്, ഞങ്ങൾ പറയാതെ ആയുധം ഉപയോഗിക്കരുത്, ഞങ്ങൾ പറയാതെ ഇന്ന ആയുധങ്ങൾ റീപ്ലേസ് ചെയ്യരുത്, ഇതൊക്കെ പറഞ്ഞുള്ള കണ്ടീഷനാണ്. ഇസ്രായേൽ അതിനൊന്നുമില്ല. ഇസ്രായേൽ നമുക്ക് ആയുധം തരുന്നുണ്ട്, അവരുടെ അയൺ ഡോം, അയൺ ബീം തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ടെക്നോളജി ഷെയർ ചെയ്യുന്നുണ്ട്. DRDOയുമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് ഈ അയൺ ഡോം പോലെയുള്ള ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ സഹായം ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ അദാനി പോലെ, ടാറ്റ പോലെയുള്ള കമ്പനികൾക്ക് ഈ സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ ഗവൺമെൻറ് കുറച്ച് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോടുകൂടി അങ്ങനെയുള്ള ഇസ്രായേൽ ഇന്ന് ഇന്ത്യയുടെ രണ്ടാമത്തെ ഡിഫൻസ് പാർട്ണറാണ്. ആ ഇസ്രായേലിന് ഒരു സഹായം വേണ്ടപ്പോൾ നമ്മളും ചെയ്തു കൊടുക്കും. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള ശത്രുതാ സമയത്തൊക്കെ തന്നെ കുറച്ച് ആയുധങ്ങൾ കൊടുത്തു എന്നുള്ള ആരോപണമുണ്ട്. ശരിയായിരിക്കാം, കൊടുത്തിട്ടുണ്ടാകാം. കാരണം ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ട് നല്ല നയതന്ത്ര ബന്ധമാണ്. അതേപോലെ ഇറാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇസ്രായേൽ പക്ഷത്ത് നിൽക്കില്ല, ഇറാൻ പക്ഷത്ത് നിൽക്കില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇസ്രായേൽ ലോകത്ത് തന്നെ നിലനിൽപ്പിനായിട്ട് നടത്തുന്ന ഒരു വലിയ സ്ട്രഗിളുണ്ട്. ഈ സ്ട്രഗിളിന് വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ ശക്തി കിട്ടിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ വലിയൊരു ലോകത്തിൻ്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഇവർക്കെതിരെ ആണവായുധം പ്രയോഗിച്ച് ജൂതന്മാരെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കണം. അതല്ലെങ്കിൽ ഈ രാജ്യങ്ങളുമായിട്ട് അറബ് രാജ്യങ്ങൾ വലിയ ബന്ധം പുലർത്തും. എന്ന് പറഞ്ഞാൽ സുന്നി ജൂത ഒരു കൂട്ടുകെട്ട്, ഇത് ഷിയാകൾക്ക് ഇഷ്ടമല്ല. അതാണ് ഇറാൻ്റെ ആത്യന്തികമായ പ്രശ്നം. ഇവിടെ ഇറാൻ ആക്രമിച്ച് ഇപ്പോൾ കുഴഞ്ഞു. ഇനി ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല, ടെക്നോളജി ഇല്ല, സമ്പത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തിയാൽ മതി. ട്രംപിനെതിരെ അമേരിക്കയിലും വലിയ വികാരം. ട്രംപ് പറയുന്നു അങ്ങനെയാണെങ്കിൽ 4 ആഴ്ചക്കുള്ളിൽ യുദ്ധം നിർത്താമെന്ന് പറയുന്നു. ഇനി ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും എന്തെങ്കിലും കരാറിൽ ഒപ്പിടുന്നുണ്ടോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഏറെ നിർണായകമാവുക.